സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ മത സൈബർ ഗുണ്ടാസം വിശ്വാസിയും തമ്മിൽ വ്യത്യാസമുണ്ടോ, വ്യത്യാസമുണ്ടെങ്കിൽ അതെന്താണ് എന്ന ഒരു ചിന്തയാണ് പരിഗണിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പല സഭകളിലും സ്ഥിതി ചെയ്യുന്നതും മെല്ലെ മെല്ലെ പൊതുശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതുമായ വളരെ ലജ്ജാകരമായ അവസ്ഥയെ പ്രതികരിച്ച് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ചതിനോട് പലവിധമായ പ്രതികരണങ്ങൾ സ്വാഭാവികമായും ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചിന്തകൾ എന്നിൽ ഉളവായത് എന്ന് പശ്ചാത്തലം സൂചിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഞാൻ പറയുകയാണ്. വിമർശനത്തെ സ്വാഗതം ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. മുഖസ്തുതിയേക്കാൾ വിമർശനമാണ് മനുഷ്യന് നന്മ ചെയ്യുന്നത്, അതിലാണ് സത്യസന്ധത കൂടുതലുള്ളത് എന്ന് എനിക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ വിമർശനാത്മകമായി പ്രതികരിക്കുന്നവരോട് എനിക്ക് ബഹുമാനമാണ്. എന്നാൽ അതേസമയം തന്നെ ഏത് ഉദ്ദേശശുദ്ധിയിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുന്നു, പ്രസ്താവിക്കുന്നു എന്നത് അല്പം പോലും മനസ്സിലാക്കാൻ കൂട്ടാക്കാതെ സ്വന്തം സഭയിൽ നടക്കുന്ന അസഭ്യങ്ങൾ, അനീതികൾ, ഏറ്റവും അപഹാസ്യമായ സ്ഥിതിവിശേഷങ്ങൾ, ഇവയെ സർവ്വ ആയുധങ്ങളും ഉപയോഗിച്ച് സംരക്ഷിക്കുകയാണ് സഭയോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ നന്ദിയെന്നോ അല്ലെങ്കിൽ കൂറെന്നോ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആളുകളുടെ പ്രതികരണം. അതും ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്. കാരണം നാം ഏത് കാലഘട്ടത്തിൽ ഏത് അവസ്ഥയിലായിരിക്കുന്നു എന്ന് അറിയാൻ രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്ന്, സംഭവങ്ങളെ സൂക്ഷിക്കുക. യേശു പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആ ഒരു ഉണർവെന്ന് പറയുമ്പോൾ സ്ഥലകാല ബോധം, നാം ഏതവസ്ഥയിലായിരിക്കുന്നു, മനുഷ്യജാതിയുടെ അവസ്ഥ എന്താണ്, മനുഷ്യരെങ്ങോട്ടാണ് പോകുന്നത്, മനുഷ്യൻ ദൈവമായുള്ള ബന്ധം എന്താണ്, അന്ധകാരത്തിൻ്റെ ആക്രോശം എവിടം വരെ എത്തിയിരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് വസ്തുനിഷ്ഠമായ ബോധ്യമുണ്ടാകേണ്ടത് ആത്മീയ ജീവിതത്തിൻ്റെ ഒരത്യാവശ്യമാണ് എന്ന് യേശു വ്യക്തമായി നമ്മെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് അതിൽ വിശ്വസിക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും എനിക്ക് യാതൊരു മടിയുമില്ല, ഭയവുമില്ല. അപ്പോൾ സംഭവങ്ങൾ എന്ത് എന്ന് തിരിച്ചറിയുക, നാം എവിടെ ആയിരിക്കുന്നു, നാം ആയിരിക്കുന്ന അവസ്ഥ എന്താണ് എന്ന് തിരിച്ചറിയേണ്ട കടമ നമുക്കുണ്ട്. എന്നാൽ അതുപോലെ ഒരു പക്ഷേ അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നതാണ് നമ്മുടെ ശ്രദ്ധ കൂടുതൽ ആകർഷിക്കേണ്ടത്. അങ്ങനെ വസ്തുനിഷ്ഠമായ പരാമർശങ്ങൾ നടത്തുമ്പോൾ സംഭവങ്ങൾ സാഹചര്യം അല്ലെങ്കിൽ സ്ഥിതിവിശേഷം ഇങ്ങനെയാണ്, അത് നമ്മെ വിളിച്ചറിയിക്കുന്നത് ഇന്നതാണ് എന്ന് പറയുമ്പോൾ അതിനെതിരെ ആയുധവും പേറിക്കൊണ്ട് യുദ്ധത്തിലിറങ്ങുന്ന ആളുകൾ, അവരുടെ പ്രതികരണങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ യാഥാർത്ഥ്യത്തെ കുറച്ചുകൂടെ സ്പഷ്ടമായി മനസ്സിലാക്കുന്നതിന് നമ്മെ സഹായിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളുടെ പ്രതികരണമാണ്. ഉദാഹരണമായിട്ട്, ഞാൻ ഓർത്തഡോക്സ് സഭയിൽ ഇപ്പോൾ അടുത്ത കാലത്ത് സംഭവിച്ച മെത്രാനും പുരോഹിതനുമായുള്ള യുദ്ധം, മെത്രാനെ പുരോഹിതന് അപലപിക്കുന്ന വാർത്ത കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും വളരെ വളരെ പ്രാധാന്യത്തോടുകൂടെ വിശദീകരിച്ച് നൽകുകയും അതിനെപ്പറ്റി മണിക്കൂറുകളോളം ചർച്ച ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിനെപ്പറ്റി വിശ്വാസ സമൂഹം യേശുവിൻ്റെ ദർശനത്തിൽ എപ്രകാരം കാണണം എന്ന ഒരു ചിന്ത മാത്രം ഞാൻ അവതരിപ്പിച്ചപ്പോൾ അതിനെതിരെ സഭാപ്രേമികളെന്ന് അടിക്കുന്ന ആളുകൾ വളരെ പ്രത്യേകതയോടുകൂടെ എന്ന് മാത്രം പറഞ്ഞാൽ മതി പ്രതികരിച്ചു. ഞാൻ കള്ളു കുടിച്ച് ബോധമില്ലാതാണ് സംസാരിക്കുന്നത്, എനിക്ക് പ്രായം ചെന്ന് എൻ്റെ ബുദ്ധി പരിപൂർണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. മറ്റൊരു പ്രതികരണം പറയുന്നത്, എനിക്ക് യാതൊരു ബോധവും അറിയുമില്ല, ഞാൻ വെറും പൊട്ടനാണ്. പിന്നെ ആളുകൾ പറയുന്നത്, ഞങ്ങളുടെ സമയം ഇങ്ങനെ കളയരുത്, ഇങ്ങനെയുള്ള പ്രതികരണം. അപ്പോൾ സഭയെ ഏത് വിധത്തിലും സംരക്ഷിക്കുക, അതായത് സഭയുടെ ഉള്ളിൽ
യാതൊരു മേന്മയും ഉണ്ടാകരുത്, നവോത്ഥാനം സംഭവിക്കരുത്, തെറ്റുകൾ തിരുത്തപ്പെടരുത്, അധികാരികൾക്ക് അല്ലെങ്കിൽ അധികാരവർഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു വിധത്തിലുമുള്ള ഒരു ഇടർച്ചയോ അല്ലെങ്കിൽ വിമ്മിഷ്ടമോ ഉണ്ടാകാതെ അവർക്ക് വേണ്ടതൊക്കെ തോന്നിയാവസം കാണിക്കാനുള്ള ലൈസൻസ് ഉണ്ടാകണം. ആ ലൈസൻസ് സംരക്ഷിക്കുക എന്നാണ് നമ്മുടെ കടമ എന്നൊക്കെ ചിന്തിച്ച് പ്രതികരിക്കുന്ന ആളുകൾ. ഇവരുടെ പ്രതികരണത്തിൽ കൂടെയാണ് വാസ്തവത്തിൽ അവർ ഏത് സഭയെ സംരക്ഷിക്കാനായി താറെടുത്തിറങ്ങുന്നുവോ ആ സഭ, അതിലെ അംഗങ്ങൾക്ക് ഏത് തരത്തിലുള്ള ആത്മീകമായ ദർശനമാണ് നൽകുന്നത്, ഏത് തരത്തിലുള്ള ആത്മീകമായ പരിശീലനമാണ് നൽകുന്നത്, ഏത് ലക്ഷ്യബോധമാണ് അവർക്ക് നൽകുന്നത്, യേശുവിൻ്റെ ആദർശങ്ങളോട് ആ സഭ എന്ത് ബന്ധമാണ് പുലർത്തുന്നത്, അവിടെ മാമോൻ സേവയാണോ സത്യാരാധനയാണോ നടക്കുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഏറ്റവും സത്യസന്ധമായ ഉത്തരം ലഭിക്കണമെങ്കിൽ സഭ അധികാരികളുടെ അനുഗ്രഹത്തോടും അവരുടെ നിർദ്ദേശത്തിൻ്റെ കീഴിലും സഭയെ സംരക്ഷിക്കാനായി, സഭയുടെ വിമർശകരിൽ നിന്ന് സഭയെ സംരക്ഷിക്കാനായി ഇങ്ങനെ യുദ്ധക്കളത്തിലേക്ക് ചാടി വീഴുന്ന സഭാ കടുവകൾ, അവരെ ശ്രദ്ധിച്ചാൽ മതി. കാരണം അവരാണ് ആ സഭയുടെ അധികാര കേന്ദ്രത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഈ സഭാ ജീവിതത്തിൻ്റെ ഒരു വശം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതിൻ്റെ കടമയാണ്. നിങ്ങൾ ഏത് സഭ നോക്കിയാലും അതിൽ ചില ശ്രേണികൾ കാണാൻ കഴിയും. ഏറ്റവും മുകളിൽ മെത്രാന്മാരുടെ മുകളിൽ, ഇപ്പം ഓർത്തഡോക്സ് സഭയാണെങ്കിൽ ബാവ തിരുമേനി, CSI ആണെങ്കിൽ മോഡറേറ്റർ, പിന്നെ സീറോ മലബാർ സഭയാണെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പ് എന്നൊക്കെ പറഞ്ഞ് ഓരോ കസേരകൾ. പിന്നെ കത്തോലിക്ക സഭയുടെ തലപ്പത്ത് പോപ്പിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ താഴെ പുരോഹിതന്മാർ. എന്നാൽ ഈ ഇവരെല്ലാം പുരോഹിത വർഗമാണ്, ദ പ്രീസ്റ്റി ക്ലാസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്നാൽ ആ ഭൂരിപക്ഷം ആളുകളും ഐമേനികളാണ്. ഐമേനികൾ ഈ പുരോഹിത വർഗത്തിൻ്റെ ആടുകളാണ്. ആടുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ചിന്തിക്കുവാനോ കാര്യങ്ങൾ മനസ്സിലാക്കുവാനോ കെൽപ്പില്ല. അവരെ സന്ധിച്ചു കൊണ്ടുപോകേണ്ട ചുമതല എല്ലാ വിജ്ഞാനത്തിൻ്റെയും ഉറവിടമായ ദൈവഹിതത്തെ സ്വന്തം ചൊൽപ്പടിയിൽ നിർത്തുവാൻ പ്രാഗൽഭ്യം പ്രാപിച്ച പുരോഹിത വർഗത്തിൻ്റെ ഈ ശ്രേണീബദ്ധമായ നേതൃത്വമാണ്. അപ്പോൾ ഐമേനികളൊരു വശത്ത് പാവം അവർ കിടക്കുന്നു. പുരോഹിത വർഗം അവർ സർവ്വത്തിനും മതിയായവരായി ഈ പാവപ്പെട്ട കുഞ്ഞാടുകളെ മേയിച്ചുകൊണ്ട് ഇഷ്ടമുള്ളിടത്തേക്ക് ഈ കുഞ്ഞാടുകളെ കൊണ്ടുപോകുന്നു. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ ഇത് രണ്ടുമല്ലാതെ ഒരു ചെറിയ കൂട്ടം ആളുകളുണ്ട്. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത് ഈ ഒരു പ്രതികരണത്തിൽ കൂടെയാണ് കുറച്ചുകൂടെ വ്യക്തമായത്. അതാരാണ്? ഐമേനികളിൽ നിന്ന് വ്യത്യസ്തമായും എന്നാൽ പുരോഹിതരിൽ നിന്ന് വ്യത്യസ്തമായും എന്നാൽ ഈ രണ്ട് കൂട്ടരെയും ഘടിപ്പിക്കുന്നു എന്ന നിലയിൽ സ്ഥിതി ചെയ്യുന്ന ചില അവസരവാദികൾ, കൈവണിയടിക്കുന്നതിൽ വിദഗ്ധർ, മനുഷ്യൻ്റെ ബലഹീനത എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ചൂഷണം ചെയ്ത് അർഹിക്കാത്ത പ്രാധാന്യം അല്ലെങ്കിൽ മതപരമായ വർഗീയമായ വില സ്വയത്തിന് വേണ്ടി ആർജിക്കാൻ കഴിവുള്ളവർ, ശുദ്ധമലയാളത്തിൽ പറഞ്ഞാൽ നാണമില്ലാത്ത ആളുകൾ, തൊലിക്കട്ടിയുള്ളവർ, മനസാക്ഷിയില്ലാത്തവർ, മറ്റൊരു നന്മയും ഇല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ച് യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ നുണയാനായി മേശയുടെ കീഴിലിരിക്കുന്ന പട്ടിക്കുഞ്ഞുങ്ങളെ പോലെ കഴിയുന്ന ഒരു ചെറിയ വർഗം ആളുകൾ എല്ലാ സഭയിലുമുണ്ട്. അവിടെ ഏറ്റവും വലിയ അഭിമാനം അവർ മെത്രാന്മാരുടെ അടുത്തുള്ള ആളുകളാണ്, അവിടെ ചാരത്ത് വസിക്കുന്നവരാണ്. മെത്രാന്മാർ അവരെ കടാക്ഷിക്കും, ചിലപ്പോൾ അവരെ നോക്കി ചിരിക്കും, ചിലപ്പോൾ അവർ രണ്ട് നല്ല വാക്ക് അവരെ പറ്റി പറഞ്ഞെന്നിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു
അറേഞ്ച്മെൻറ്റിൽ കൂടെ സഭയ്ക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കള്ളക്കമട്ടമായ ഒരു പ്രത്യേക ഒരു സ്ഥാനം അവരുണ്ടാക്കിയെടുക്കും. ആ സ്ഥാനത്തെ അവർ സ്വർഗത്തേക്കാൾ കൂടുതൽ വിലമതിക്കും. ഇപ്പോൾ മെത്രാൻ്റെ നല്ല പുസ്തകത്തിൽ ഐ ആം ഇൻ ദ ഗുഡ് ബുക്സ് ഓഫ് ദ മെത്രാൻ എന്ന് പറയുമ്പോൾ ഈ കൂട്ടത്തിലുള്ള ആളുകൾ അവർ പിന്നെ ഇവിടെ കാല് നിലത്തൊന്നുമല്ല. അങ്ങനെയുള്ള ആളുകളാണ് ഈ സഭാ സംരക്ഷണത്തിന് സൈബർ ഗുണ്ടാസായി സ്വയം അവതരിപ്പിക്കുന്നവർ എന്നത് ഈ പൂർവാധികമായ വ്യക്തതയോടുകൂടി ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു. അവരുടെ ആകമാനമായ നിലനിൽപ്പ് സഭയുടെ സംരക്ഷകരാണ് സേവകർ. പണ്ട് നായന്മാർ രാജാക്കന്മാരുടെ അംഗസേവകരായിരുന്നു, അവിടെ പടയാളികളായിരുന്നു. അവരൊരു ആശ്രിത വർഗമായിരുന്നു. നായന്മാർക്ക് പിന്നെ വലിയ വില ഉണ്ടെന്നൊക്കെ അവർ നടിക്കുമെങ്കിലും വാസ്തവത്തിൽ അവരുടെ അവസ്ഥ ഇതായിരുന്നു, അവർ ആശ്രിതരായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലത്ത് നായന്മാർക്ക് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു ആശ്രിത വർഗം നമ്മുടെ എല്ലാ സഭയിലുമുണ്ട്. വാസ്തവത്തിൽ സഭയിലുള്ള അഴുക്ക് ചാലുകൾ ഒന്ന് വെടിപ്പാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധം ഈ വർഗമാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ അധർമ്മം പ്രവർത്തിക്കുന്ന മെത്രാന്മാരെക്കാളും അവരുടെ വാല് പിടിച്ച് നടക്കുന്ന പാദ്രിമാരെക്കാളും ഒരു സഭയുടെ അധഃപതനത്തിൻ്റെ രക്തം വീഴേണ്ടത് ഈ ആശ്രിത സംഘത്തിൻ്റെ നെറുകയിലാണ്. കാരണം അവർ മുഖാന്തരമാണ് ഈ അധർമ്മം പ്രവർത്തിക്കുന്ന ആളുകളുടെ മനസാക്ഷി കൂടുതൽ കട്ടിയായിട്ട് ഇരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. അങ്ങനെയുള്ളവർ ഏറ്റവും നികൃഷ്ടരാണ് എന്നൊരു തിരിച്ചറിവ് ക്രിസ്തീയ സമൂഹത്തിലുണ്ടാകണം. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല. അവർ മാറുപിടിച്ച് നടക്കുകയാണ്. ഏത് അധർമ്മത്തെയും കണ്ണടച്ച് നീതീകരിക്കുകയും ആ അധർമ്മം ആവർത്തിക്കപ്പെടാതിരിക്കത്തക്കവണ്ണം നാം ചിന്തിക്കുകയും നിലപാടെടുക്കുകയും ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ തേജോവധം ചെയ്യുകയും സർവായുധങ്ങളും ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്യുന്നവർ ഏതാണ്ട് പ്രത്യേകമായ ദൈവീകമായ ചുമതലബോധമുള്ളവരാണെന്നും ബാക്കിയുള്ളവരൊന്നും അങ്ങനെ ചുമതല ഇല്ലാത്തവരാണ് എന്നൊരു ധാരണയാണ് നമ്മുടെ ഇടയിൽ. അതുകൊണ്ടാണ് ഈ വർഗം, ഈ പാരസിറ്റിക്കൽ സെറ്റ് ഓഫ് പീപ്പിൾ, അവർ അർഹിക്കാത്ത മാന്യതയും കൊണ്ട് നമ്മുടെ ഇടയിൽ നടക്കുന്നത്. ഓരോ സഭയിലുള്ള വിശ്വാസിയും മനസ്സിലാക്കണം, സഭയുടെ ജീവിതത്തിൽ ആത്മീയമായ ഉദ്ധാരണം സംഭവിക്കുന്നതാണ് അവർക്കും സഭയുടെ ഭാവിക്കും നല്ലത്. അതിന് വിലങ്ങുതടിയായി നിൽക്കുന്ന ഈ ക്രിസ്ത്യാനി അംഗസേവകർ അവരാണ് ഒരു സഭയുടെ ശാപം എന്ന് മനസ്സിലാക്കുക. ഇനിയും നാം എന്തുകൊണ്ട് ഇപ്രകാരമുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം? അപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ CSI സഭയിലെ ഒരു ബിഷപ്പ് കാണിച്ച അമാന്തത്തെ പറ്റി പറഞ്ഞു. അതിനു മുൻപ് സീറോ മലബാർ സഭയുടെ കാര്യങ്ങൾ പറഞ്ഞു. മറ്റ് പല സഭകളുടെയും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങളെപ്പറ്റി, ആ സംഭവങ്ങൾ എപ്രകാരം ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീർണതയെ വിളിച്ചറിയിക്കുന്നു എന്നതിനെപ്പറ്റി പൊതുവായ ഒരു ബോധവൽക്കരണം സംഭവിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ പരാമർശിച്ചിട്ടുള്ളത്. ഏതെങ്കിലും വ്യക്തിയെ തേജോവധം ചെയ്യാനുള്ള ലക്ഷ്യത്തോടുകൂടെ ഞാൻ ഒരു കാര്യവും ഇന്നുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ അളിഞ്ഞ സംഭവം പരാമർശിക്കുമ്പോൾ ആ സംഭവത്തിന് പിറകിലുള്ള വ്യക്തിത്വങ്ങൾ, കലാകാരന്മാർ, അവർ പരാമർശിക്കപ്പെടും. അത് അവരോട് വ്യക്തിപരമായ ബന്ധമുണ്ടായിട്ടല്ല. പിന്നെയോ അവരുടെ പ്രവൃത്തി മുഖാന്തരം ഒരു വിശ്വാസ സമൂഹം മുഴുവനും അപമാനിക്കപ്പെടുന്നു, യേശുവിൻ്റെ നാമം അപമാനിക്കപ്പെടുന്നു, ഒരു വലിയ ആത്മീയമായ പാരമ്പര്യത്തിന് വൈകൃതം സംഭവിക്കുന്നു എന്ന അപകടം ജനം തിരിച്ചറിയേണ്ടതിന് വേണ്ടി മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. ആ ഒരു ദുഷിച്ച, അധപ്പതിച്ച, ചീഞ്ഞു നാറുന്ന അവസ്ഥ തുടരുന്നതിൽ ആർക്കും
യാതൊരു നന്മയുമില്ല എന്ന് ഭ്രാന്ത് പിടിച്ചവർക്ക് പോലും തിരിച്ചറിയാൻ കഴിയേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നാം ഈ കാര്യം ഒന്ന് തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് വിശ്വാസികൾ, പുരോഹിതവർഗം ഏത് നിലപാടെടുക്കും, അതേത് സഭയിലും പുരോഹിതവർഗം ഒരുപോലെ തന്നെയാണ്. അവരുടെ അവകാശങ്ങളും അവകാശ അധികാര ദുർവിനിയോഗങ്ങളും അതുകൊണ്ട് സംഭവിക്കുന്ന ധാർമ്മികമായ ആത്മീകമായ ഇടിവുകളും നാണക്കേടുകളും അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള അവരുടെ ലൈസൻസും ഇതൊക്കെ നിലനിർത്തുക പുരോഹിതവർഗത്തിൻ്റെ ആവശ്യമാണ്. പക്ഷേ അത് വിശ്വാസ സമൂഹത്തിൻ്റെ അപകടമാണ്, അപമാനമാണ്. ഇത് നാം തിരിച്ചറിയേണ്ട കടമ നമുക്കുണ്ട്. അതുകൊണ്ട് പുരോഹിതവർഗത്തിൽ നിന്ന് ഇപ്രകാരമുള്ളൊരു ബോധവൽക്കരണം സംഭവിക്കുമെന്ന് നിങ്ങളാരും വിചാരിക്കണം. അതുകൊണ്ട് തന്നെയാണ് എന്നെപ്പോലെയുള്ളൊരു വ്യക്തിക്ക് ഇതിനെപ്പറ്റി പരാമർശിക്കേണ്ട ഗതികേട് വരുന്നത് എന്ന് നിങ്ങൾക്ക് ഏവർക്കും ബുദ്ധിയുള്ളവരായതുകൊണ്ട് തിരിച്ചറിയാൻ ഒരു പ്രയാസവും ഉണ്ടാകുകയില്ല എന്നാണ് എൻ്റെ ആശ്വാസം. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഒരു പ്രത്യേക കടമയായി ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് നിങ്ങളെ അറിയിക്കുവാൻ എനിക്ക് കടമയുണ്ട്. ഞാനത് ഇപ്രകാരം പ്രതിപാദിച്ചു കൊള്ളട്ടെ. നിങ്ങൾ ദയവായി തുറന്ന മനസ്സോടെ ഞാൻ ഈ പറയാൻ പോകുന്ന ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞു, 2 തരത്തിലുള്ള നിരീശ്വരവാദികളുണ്ട്. ഒന്ന്, വാക്കുകൊണ്ട്, അധരം കൊണ്ട് ദൈവമില്ല എന്ന് പറയുന്നവരുണ്ട്. അവരെ നമുക്കറിയാം, അവർ നിരീശ്വരവാദികളാണ് എന്ന് തന്നെ പറഞ്ഞ് അങ്ങനെ നിരീശ്വരവാദികളുടെ ഒരു ഗ്രൂപ്പ് തിരുവനന്തപുരത്തുമുണ്ട്, മറ്റ് പല പട്ടണങ്ങളിലുമുണ്ട്, ഡൽഹിയിലുമുണ്ടായിരുന്നു, ലോകത്തിൽ പലയിടത്തുമുണ്ട്. അപ്പോൾ അവരെ തിരിച്ചറിയാനൊരു പ്രയാസമില്ല. എന്നാൽ അവരെക്കാൾ ഒരു 10,000 മടങ്ങ് കൂടുതൽ അപകടം ചെയ്യുന്നവരാണ് അധരം കൊണ്ട് ദൈവമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി കൊണ്ട് ദൈവമില്ല എന്ന് തെളിയിക്കുകയും ചെയ്യുന്നവർ. അങ്ങനെ ഉള്ള നിരീശ്വരവാദികൾ പുരോഹിതരാണ് എന്ന് ഞാനല്ല പറഞ്ഞത്, യേശുവാണ് പറഞ്ഞത്. അന്നത്തെ പുരോഹിതവർഗമായ പരീശന്മാരെയും ശാസ്ത്രിമാരെയും ലേവ്യന്മാരെയും ഒക്കെ കണക്കാക്കി മനസ്സിൽ വെച്ചുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ അവർ പറയുന്നത് പോലൊക്കെ ചെയ്തോളൂ, പക്ഷേ അവർ ചെയ്യുന്നത് പോലെ ചെയ്യരുത്. കാരണം അവിടെ ചെയ്തികൾ മുഴുവനും ദൈവമില്ല എന്ന് ലോകത്തിന് സാക്ഷീകരിക്കുന്നതാണ്. അവർ നിരീശ്വരവാദികളാണ്. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു എന്ന പ്രഹസനത്തിൽ പ്രവൃത്തിയിൽ കൂടി ദൈവമില്ല എന്ന് തെളിയിക്കുന്ന വർഗമാണിത് എന്ന് യേശു പറഞ്ഞു. അതുകൊണ്ടാണ് കപടഭക്തിക്കാരെ നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം വായിച്ചിട്ട് കപടഭക്തിക്കാരെ എന്ന വാക്ക് അന്നത്തെ പുരോഹിതവർഗത്തെ പരാമർശിച്ചുകൊണ്ട് എത്ര തവണ യേശു ആവർത്തിച്ചു എന്ന് നിങ്ങളൊന്ന് എണ്ണി നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാകും. മാത്രവുമല്ല, എത്ര മൂർച്ചയേറിയ ഭാഷയിലാണ് യേശു കരുണാനിധിയായ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച, എല്ലാവരോടും അറുതിയില്ലാതെ അതിരില്ലാതെ ക്ഷമിക്കണമെന്ന് പഠിപ്പിച്ച യേശു എത്ര മൂർച്ചയേറിയ ഭാഷയിലാണ് പുരോഹിതവർഗത്തെ വിമർശിക്കുന്നത്, കുറ്റം വിധിക്കുന്നത് എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും. അതിൻ്റെ ആവശ്യം എന്താണ്? ഇപ്പോൾ സാധാരണ ഒരു വ്യക്തി അധർമ്മം പ്രവർത്തിച്ചാൽ അത് അവനിൽ അല്ലെങ്കിൽ അവൻ്റെ പരിസരത്തുള്ളവരിൽ മാത്രം തങ്ങി നിൽക്കും. ഒരു പുരോഹിതനോ മെത്രാനോ അതേ പണി കാണിച്ചാൽ ഒരു സമൂഹത്തെ മുഴുവനും അത് കാര്യമായി ബാധിക്കും എന്നതുകൊണ്ടാണ് ഇത്രമാത്രം അസഹിഷ്ണുതയോടുകൂടെ തന്നെ പുരോഹിതവർഗത്തിൻ്റെ ഇടയിലുള്ള ഈ അധപ്പതനം, അന്ധകാരം ജനം കാണേണ്ടത് എന്നതാണ് യേശു നമ്മെ അറിയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ അധപ്പതനത്തെ അത് അർഹിക്കുന്ന ഗാംഭീര്യത്തിൽ സ്പഷ്ടതയോടും സത്യസന്ധതയോടും ഒരു കാര്യവും ഏച്ചുകെട്ടാതെ ഒരു കാര്യവും മറച്ചു വയ്ക്കാതെ സത്യം അതുപോലെ തിരിച്ചറിഞ്ഞ് അതിനോട് യേശുവിൻ്റെ വെളിച്ചത്തിൽ എപ്രകാരം പ്രതികരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഓരോ വിശ്വാസിയുടെയും പരിപാവനമായ ഒഴിച്ചുകൂടാൻ വയ്യാത്ത കടമയാണ്. അതിൽ നമുക്ക് സ്പഷ്ടമായ ധാരണയുണ്ടാകണം. കാരണം സഭാജീവിതത്തിൽ ഇപ്പോൾ ഈ അധപ്പതനം കൂടി വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിശ്വാസ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വ ബോധമില്ലായ്മയാണ്, അല്ലെങ്കിൽ ആത്മീയമായ ബുദ്ധിശൂന്യതയാണ്. ഇപ്പോൾ
ഇപ്പോൾ കേരളത്തിലാകപ്പാട് എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു പുതിയ പദപ്രയോഗമുണ്ട്, മൊണ്ണവിശ്വാസികൾ. ഞാൻ ആ പദം ഇഷ്ടപ്പെടുന്നില്ല, എങ്കിലും അത് അർത്ഥവത്താണ്. വിശ്വാസികൾക്ക് എട്ടും പൊട്ടും അറിയാൻ വയ്യായെങ്കിൽ അവരെ നയിക്കുകയും അതിൽ കൂടെ അവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ഒരു വർഗത്തിന് ഏത് അധർമ്മവും ചെയ്യാനുള്ള പ്രേരണ അവരറിയാതെ നൽകിക്കൊണ്ടേയിരിക്കുന്നു എന്ന ഘോരമായ യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ഈ സംഭവിക്കുന്ന എല്ലാ അനീതിക്കും അക്രമത്തിനും അനാചാരങ്ങൾക്കും നാം ഓരോരുത്തരും ഉത്തരവാദികളാണ്. ഇനിയും ഞാൻ പറഞ്ഞു, രണ്ട് തരത്തിലുള്ള നിരീശ്വരവാദികളുണ്ട്. പ്രവൃത്തി കൊണ്ട് ദൈവമില്ല എന്ന് തെളിയിക്കുന്നവരാണ് പുരോഹിതവർഗം എന്ന യേശുവിൻ്റെ പ്രസ്താവനയെ മാത്രം ആധാരം. ഞാൻ അങ്ങനെ മാത്രമാണ് ഇത് മനസ്സിലാക്കിയത്, മറ്റൊരു വിധത്തിലും ഇത് മനസ്സിലാക്കാൻ എന്നെക്കൊണ്ട് സാധ്യമാകുമായിരുന്നില്ല. അപ്പോൾ അത് നാം മനസ്സിൽ കുറിച്ചിട്ട് നമുക്കിനി അടുത്ത പടിയായി ചിന്തിക്കുമ്പോൾ, അങ്ങനെ ദൈവമില്ല എന്ന് പ്രവൃത്തിയിൽ കൂടെ സാക്ഷീകരിക്കുമ്പോൾ വിശ്വാസ സമൂഹത്തിൻ്റെ കടമ എന്തായിരിക്കണം? ദൈവമുണ്ട് എന്ന്, നാം ഇപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന്, അങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ചില അതിർവരമ്പുകൾ ലംഘിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് വ്യക്തമായും ശക്തമായും പ്രഖ്യാപിക്കേണ്ട കടമ ദൈവജനത്തിനുണ്ട്, വിശ്വാസിക്കുണ്ട്. ആ സമയത്ത് വിശ്വാസി മെത്രാനെ പേടിച്ച്, അല്ലെങ്കിൽ പുരോഹിതനെ പേടിച്ച്, അല്ലെങ്കിൽ ശവമടക്കിന് മുടക്കം വരുമോ എന്ന് പേടിച്ച് മിണ്ടാതിരുന്നാൽ, യേശുവിനെ ക്രൂശീകരിച്ചപ്പോൾ ഒരു വാക്ക് പറയാൻ ആരും അന്ന് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അതേ മർമ്മം, അതേ പാറ്റേൺ നമ്മുടെ ഇടയിൽ ആവർത്തിക്കപ്പെടുകയാണ്. അപ്പോൾ നാം നമ്മുടെ പ്രതികരണത്തിൽ കൂടെ നൽകേണ്ട ഒരു സാക്ഷ്യം, അത് പൊതുസമൂഹത്തിൻ്റെ മുൻപിലും പുരോഹിതവർഗത്തിൻ്റെ മുമ്പിലും നാം അനുഷ്ഠിക്കേണ്ട ഒരു സാക്ഷ്യമുണ്ട്. എന്താണ്? ഞങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന പുരോഹിതവർഗം അവരുടെ പ്രവൃത്തിയിൽ കൂടെ ദൈവമില്ല എന്ന് തെളിയിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സാക്ഷ്യമുണ്ട്. എന്താണ്? മനുഷ്യജാതി ഉള്ളിടത്തോളം മരിച്ചു പോകുവാൻ സാധ്യമല്ലാത്ത ചില ദൈവിക സത്യം, ചില യാഥാർത്ഥ്യങ്ങൾ അത് നിലനിൽക്കുന്നു. അതിനെ ഉപേക്ഷിച്ചിട്ട് മനുഷ്യന് ജീവിക്കുവാൻ സാധ്യമല്ല. അങ്ങനെ ജീവിച്ചാൽ മനുഷ്യൻ്റെ മനുഷ്യത്വം അപകടത്തിലായിത്തീരും. ഇതിനെ ഉപേക്ഷിച്ചിട്ട് മനുഷ്യർക്ക് ഭാവിയില്ല, മനുഷ്യത്വമില്ല. അതുകൊണ്ട് ഇതിൽ ഞങ്ങൾ ആത്യന്തികമായി വിശ്വസിക്കുന്നു. അതിനെ അപകടത്തിലാക്കുന്ന ഒന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. അതാര് ചെയ്താലും അതായിരിക്കണം നമ്മുടെ സാക്ഷ്യം. അതിന് പകരം എൻ്റെ സഭ, എൻ്റെ സഭ, അവിടെ കൊലപാതകം നടന്നാലും, വ്യഭിചാരം നടന്നാലും, ബലാത്സംഗം നടന്നാലും, മോഷണം നടന്നാലും, എന്തധർമ്മം പ്രവർത്തിച്ചാലും അതിനെ സംരക്ഷിക്കുകയും അതിനെ മറ്റാരെങ്കിലും പരാമർശിച്ചാൽ പരാമർശിക്കുന്ന ആളിൻ്റെ കഴുത്ത് കണ്ടിക്കുകയും ഇതാണ് എൻ്റെ കടമ എന്നൊരു വിശ്വാസി തീരുമാനിച്ചാൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അന്ധകാരം. അത് കണ്ടിട്ടാണ് യേശുവിൻ്റെ മനസ്സ് പൊടിഞ്ഞ് അവൻ്റെ രക്തം വിയർപ്പായി വാർന്നു പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മിണ്ടാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ആരെയും വിമർശിക്കാൻ താല്പര്യമുണ്ടായിട്ടല്ല. എനിക്കൊരു ദൗത്യമുണ്ട്, ഒരു ചുമതലയുണ്ട്. ചില കാര്യങ്ങൾ ഒരിക്കലും അപ്രസക്തമാകുകയില്ല. യേശു എന്തൊക്കെ നമുക്ക് നൽകിയോ, എന്തൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തന്നുവോ, എന്തൊക്കെ നമ്മെ പഠിപ്പിച്ചുവോ, എന്തെല്ലാം മൂല്യങ്ങളും ആദർശങ്ങളും തൻ്റെ ജീവിതത്തിൽ കൂടെയും ക്രൂശിലെ ഭരണത്തിൽ കൂടെയും എന്നേക്കുമായി അടയാളപ്പെടുത്തി നൽകിയോ, അതൊരിക്കലും മരിച്ചു പോകുകയില്ല, അതൊരിക്കലും അസാധുവാകുകയില്ല. അതിനെ റദ്ദാക്കിക്കൊണ്ട് ഒരു സഭയ്ക്കോ ഒരു വിശ്വാസിക്കോ ജീവിക്കുവാൻ സാധ്യമല്ല എന്ന ആത്യന്തികമായ സാക്ഷ്യം കേരള പൊതുജനത്തിൻ്റെ മുൻപിൽ, സമൂഹത്തിൻ്റെ മുൻപിൽ സധൈര്യം നിലനിർത്തുക എന്നത് ഒരു വിശ്വാസിയുടെ കടമയാണ്.
ഞാൻ ഒരു വാക്കൂടെ പറഞ്ഞിട്ട് എൻ്റെ ചിന്ത അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ ഇടയിൽ എല്ലാ സഭകളിലും ഈ ചീഞ്ഞ് അളിഞ്ഞ് ഇരിക്കുന്ന ഈ അവസ്ഥ ഇന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിവുള്ളതാണ്. ഞാൻ ഈ വിഷയത്തെപ്പറ്റിയുള്ള വിവിധ ചാനലുകളെ പ്രൈം ന്യൂസ് ആർ ഡിസ്കഷൻ ശ്രദ്ധിച്ചു. അക്രൈസ്തവർക്ക് നമ്മുടെ ഇടയിലുള്ള അവസ്ഥയെപ്പറ്റിയുള്ള അറിവ് നമ്മളെക്കാൾ വളരെ മുൻപന്തിയിലാണ്. ഓരോ കാര്യവും സൂക്ഷ്മമായിട്ട് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പണ്ടത്തെ കാലത്തെ പോലെ ഇതൊക്കെ മറയ്ക്കുള്ളിൽ ചെയ്ത് മിടുക്ക് പാലിച്ച് മുമ്പോട്ട് പോകാമെന്നാരും വിചാരിക്കേണ്ട. അപ്പോൾ അങ്ങനെ പൊതുവായ അറിവ് പൂർവാധികമായി വർദ്ധിക്കുകയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നൊരു സാഹചര്യത്തിൽ സഭകളുടെ ഉള്ളിൽ നിന്ന് ഇപ്രകാരമുള്ള ദുർഗന്ധം വമിക്കുന്ന അഴുക്ക് ചാലുകൾ ബഹിർഗമിക്കുമ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ നാം എന്ത് നിലപാടെടുക്കണം? ഒരേ ഒരു നിലപാടേ നമുക്ക് സാധ്യമാകുകയുള്ളൂ. അതായത് മെത്രാന്മാർ നടത്തുന്ന അല്ലെങ്കിൽ അവരുടെ കൂടെ ശൃംഖരികളായി നിൽക്കുന്ന പുരോഹിതന്മാർ കൂടി നടത്തുന്ന ഈ കള്ളക്കമ്പട്ടങ്ങൾ അതും യേശുവിൻ്റെ മാർഗവുമായി യാതൊരു ബന്ധവുമില്ല എന്ന പച്ച പരമാർത്ഥം അതെങ്കിലും സമൂഹത്തിൻ്റെ മുമ്പിൽ ഒന്നെടുത്തു കാട്ടുവാൻ നമുക്കൊരു കടമയില്ലയോ? ആ സമയത്ത് നാം മിണ്ടാതിരുന്നാൽ അന്യമത വിശ്വാസികളായ ആളുകൾ അവരെന്ത് ധരിക്കും? അവർ ധരിക്കും യേശുവിൻ്റെ മാർഗം ഇത് മാത്രമാണെന്ന് ധരിക്കും. അവർക്കതിനുള്ള സാഹചര്യമേ ഉള്ളൂ. എല്ലാ സഭകളിൽ നിന്നും ഈ ദുർഗന്ധത്തിൻ്റെ അഴുക്ക് ചാലുകൾ സമൂഹത്തിൻ്റെ നെറുകയിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ അവരെന്ത് മനസ്സിലാക്കണം? യേശുവിൻ്റെ മാർഗം ഇത് മാത്രമാണ് എന്നേ അവർക്ക് മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് സഭകൾ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനങ്ങളെ കൊണ്ട് യേശുവിൻ്റെ നാമം ദുഷിക്കപ്പെടുകയാണ്, അപമാനിക്കപ്പെടുകയാണ്. അതർഹിക്കാത്ത കളങ്കം അതിന്മേൽ ചാർത്തപ്പെടുകയാണ്. ഏതാനും ചില ആളുകളുടെ അത്യാർത്തി കൊണ്ടും അധമമായ അഭിരുചികൾ കൊണ്ടും ദൈവമില്ല എന്ന അവരുടെ മർക്കട മുഷ്ടി കൊണ്ടും ജനം കഴുതകളാണ് എന്ന അവരുടെ ധാരണ കൊണ്ടും എന്തു ചെയ്താലും അവർക്ക് രാഷ്ട്രീയമായ സംരക്ഷണം ലഭിക്കും എന്ന അപലപനീയമായ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നതുകൊണ്ടും അവർ നിരന്തരമായി യേശുവിൻ്റെ മാർഗത്തിനെതിരെ കള്ളസാക്ഷ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കുറഞ്ഞ അടിസ്ഥാനപരമായ സത്യമെങ്കിലും സമൂഹത്തിൻ്റെ മുമ്പിൽ ഒന്ന് ഉയർത്തിപ്പിടിക്കുവാൻ വിശ്വാസി കൂട്ടാക്കുന്നില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ അയ്യോ കഷ്ടം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സഭകളെ ഭയന്ന് സഭാ നേതൃത്വങ്ങളെ ഭയന്ന് മിണ്ടാതിരിക്കുവാൻ എനിക്ക് സാധ്യമല്ല. എന്നാൽ എനിക്ക് ആശ്വാസം നൽകുന്നൊരു കാര്യം, ഓരോ സഭകളെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ ഈ അധർമ്മം പ്രവർത്തിക്കുകയും അതിൻ്റെ അമിത ലാഭം കൊയ്യുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന ആളുകൾ തുലവും ന്യൂനപക്ഷമാണ്, വിരലിലെണ്ണാവുന്ന ആളുകളാണ്. ഭൂരിപക്ഷം ആളുകളും വിശ്വാസികൾ, സാധാരണ വിശ്വാസികൾ, നല്ലതാഗ്രഹിക്കുന്നവരും ദൈവഭയമുള്ളവരും സന്മാർഗബോധത്തോട് വിരോധമില്ലാത്തവരുമൊക്കെയാണ്. പക്ഷേ അവർ നിസ്സഹായരാണ്. അവർ തീർച്ചയായും യേശുവിൻ്റെ വെളിച്ചത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കാതെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുമെന്ന വലിയ പ്രതീക്ഷ എനിക്കുണ്ട്. അതുകൊണ്ട് ചില ആളുകൾ, അതായത് സഭ എരിവോടുകൂടെ അതിൻ്റെ സംരക്ഷകരായി സ്വയം അവരോധിക്കുന്ന ആളുകൾ ഏതെല്ലാം മുറകൾ ഉപയോഗിച്ചാലും അതിനെ ഭയന്ന് മിണ്ടാതിരിക്കുന്ന പ്രശ്നമില്ല എന്നൊരിക്കൽ കൂടെ ഞാൻ ഏവരെയും അറിയിക്കുകയാണ്. അങ്ങനെ മിണ്ടാതിരിക്കുന്നത് നമുക്ക് നൽകിയിരിക്കുന്ന ചുമതലയും സാക്ഷ്യത്തെയും നിരാകരിക്കുന്നതിന് തുല്യമാണ്. അത് ഏവരും പ്രത്യേകമായി ശ്രദ്ധിക്കണം. ചില കാര്യങ്ങൾ ഒരിക്കലും അസാധുവാകുന്നില്ല, ചില കാര്യങ്ങൾ ഒരിക്കലും അപ്രസക്തമാകുന്നില്ല. ദൈവത്തിൻ്റെ തേജസ് മരിക്കുന്നില്ല. യേശുവിൽ കൂടെ വെളിപ്പെട്ടു വന്ന മൂല്യങ്ങളും ആദർശങ്ങളും ഒരിക്കലും അസാധുവാകുന്നില്ല എന്ന സാക്ഷ്യം
കേരളത്തിൻ്റെ മണ്ണിൽ സധൈര്യം ആധികാരികതയോടുകൂടെ ഉയർത്തിപ്പിടിക്കേണ്ട കടമ എല്ലാ വിശ്വാസികൾക്കുമുണ്ട് എന്ന അടിസ്ഥാന സത്യം ഒരിക്കൽ കൂടെ ആവർത്തിച്ചുകൊണ്ട് വാക്കുകൾ ഞാൻ ചുരുക്കട്ടെ.